പ്രിയപ്പെട്ട സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ യുവാക്കൾക്കും തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളാണ്. നാം ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമ്പോൾ നാം നമ്മെ തന്നെ സ്വയം അറിയുന്നവരാകണം. അതായത് നമുക്ക് എന്ത് സ്ട്രെങ്ത് ആണുള്ളത്, എന്ത് കഴിവുകളാണുള്ളത്, എന്ത് പോരായ്മകളാണ്, അതായത് എന്ത് ബലഹീനതകളാണ് നമുക്കുള്ളത്, അതോടൊപ്പം തന്നെ എന്തൊക്കെ അവസരങ്ങളാണ് നമ്മുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് നമുക്കുണ്ടാകുന്നത്, എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കഴിവ് എത്രമാത്രമുണ്ട്, നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ എന്ന് സ്വയം അറിയുമ്പോൾ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് ഇനി ആവശ്യമുള്ള ശക്തി, അതല്ലെങ്കിൽ ഇനി ആവശ്യമുള്ള അറിവുകൾ സംഭരിക്കുന്നതിനും ശേഖരിക്കുന്നതിനും ആ വ്യക്തി സ്വയം അറിയുന്നത് വഴി ആ വ്യക്തിക്ക് നടപ്പിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, +2 സയൻസ് ബാച്ച് എടുത്തു പഠിക്കുന്ന ഒരു കുട്ടിക്ക് നീറ്റ് പരീക്ഷ എഴുതി നല്ല റാങ്ക് മേടിച്ച് MBBS അഡ്മിഷൻ വേണം, ഒരു നല്ല റാങ്ക് മേടിക്കണമെങ്കിൽ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൽ ചോദിക്കാവുന്ന എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ, അതല്ലെങ്കിൽ ആ ചോദ്യപേപ്പർ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് എന്തുമാത്രം വിവരങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട് എന്നുള്ളത് ആ കുട്ടിയെ സ്വയം ബോധ്യപ്പെടും. അപ്പോൾ ജയിക്കണമെങ്കിൽ ഞാൻ ഇനി എന്തൊക്കെ നേടണം, എന്തൊക്കെ അറിവുകളാണ് ഞാൻ ശേഖരിക്കേണ്ടത്, ഞാൻ ജയിക്കുന്നതിന് എന്ത് വേണം, എന്ത് ശക്തി വർദ്ധിപ്പിക്കണം, എന്ത് ഇൻഫർമേഷൻ ശേഖരിക്കണം എന്നുള്ളത് കുട്ടിയെ സ്വയം അറിയുന്നത് വഴി കുട്ടിക്ക് എന്തറിയാം എന്നുള്ളത് കുട്ടി സ്വയം മനസ്സിലാക്കുന്നത് വഴി കഴിയും. അതുപോലെ തന്നെ ഏത് ലക്ഷ്യമായാലും ശരി തന്നെ, ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ശക്തി വർദ്ധിപ്പിക്കണം, അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്തുമാത്രം ശക്തി ഉണ്ട്, അത്തരത്തിൽ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് കുട്ടി സ്വയം അറിയുകയും സ്വയം ഇനി വേണ്ടത് കുട്ടി ആർജിക്കുകയും വേണം. എന്നാലേ ജീവിത വിജയം നേടുന്നതിനായി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ ബലഹീനതകൾ എന്തൊക്കെയാണ്, ഇതിൽ ഏതൊക്കെ ബലഹീനതകളാണ്, അതല്ലെങ്കിൽ ഏതൊക്കെ വീക്ക്നെസ്സാണ് ഞാൻ എൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എൻ്റെ ജീവിത രീതിയിൽ നിന്നും ഞാൻ ഒഴിവാക്കേണ്ടത്
അപ്പം ആ സ്വയം വ്യക്തി തൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കുകയും ആ വീക്ക്നെസ് പ്രായോഗികമായി നല്ലതല്ല എന്ന് മനസ്സിലാക്കി ആ കുട്ടി സ്വയം വീക്ക്നെസ്സിൽ നിന്ന് വീക്ക്നെസ് ഒഴിവാക്കി സ്ട്രെങ്തിലേക്ക് പോകുന്നതിനും കുട്ടിക്ക് കഴിയും. അപ്പം ഏതാണ് ലക്ഷ്യം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ കൂടി നമ്മൾ പരിശോധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് എന്തൊക്കെ തടസ്സങ്ങളാണുള്ളത്, ഇൻഫർമേഷൻ ശേഖരിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന മറ്റ് കാര്യങ്ങളും വ്യക്തി അറിഞ്ഞിരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വ്യക്തി സ്വയം ഞാൻ എന്താണ്, എനിക്ക് എന്താണ് കഴിയുന്നത് ആസ് ഇറ്റ് ഈസ് ഇപ്പോൾ, ഇനി ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ആർജിക്കേണ്ടത്, എന്തൊക്കെ പോരായ്മകളാണ് ഞാൻ ത്യജിക്കേണ്ടത്. അപ്പം ഈ പോരായ്മകൾ ത്യജിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് ഒഴിവാക്കുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ശക്തി വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്വയം അറിയുക. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്, നിങ്ങളുടെ കഴിവില്ലായ്മ എന്താണ്, ഞാനൊരു നല്ല വ്യക്തിയാകുന്നതിന് അതല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം നേടുന്നതിന് ഞാൻ എന്തൊക്കെയാണ് ഇനി ആർജിക്കേണ്ടത്, എന്തൊക്കെ ഇൻഫർമേഷൻ ശേഖരിക്കണം, ഏതൊക്കെ തരത്തിൽ ഞാനതിന് എൻ്റെ നടപടികളുമായി എൻ്റെ കർത്തവ്യങ്ങളുമായി മുന്നോട്ട് പോകണം. അതേ അവസരത്തിൽ തന്നെ നമ്മുടെ ദൗർബല്യങ്ങളും നമ്മുടെ വീക്ക്നെസ്സും സമൂഹത്തിന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത നമ്മുടെ വീക്ക്നെസ്സുകൾ, നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ആ ദൗർബല്യങ്ങളെ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് സമൂഹം അംഗീകരിക്കപ്പെടുന്ന ഉത്തമ വ്യക്തിത്വമായി മാറുന്നതിന് ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.